ലിവിങ് ഇൻ പീസ്. എൻ്റെ പേര് മനോജ് രാമചന്ദ്രൻ. എറണാകുളം ജില്ലയിലെ മരടിലാണ് താമസിക്കുന്നത്. 32 വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. എൻ്റെ ഉദ്യോഗത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അതായത് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് നടത്തിയ ശ്രമങ്ങളെല്ലാം നമുക്ക് പ്രായം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായതിനാൽ ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ട് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. ആദ്യത്തെ ഒരു വർഷം എൻ്റെ ബിസിനസ് വളരെ നന്നായിട്ട് പോയി. പക്ഷേ രണ്ടാമത്തെ വർഷം നമ്മുടെ ടെൻഡർ അത് നഷ്ടപ്പെടുകയും ഒരു വർഷത്തോളം ഞാൻ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുകയും അത് സ്വാഭാവികമായിട്ട് ഫാമിലീനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഫാമിലിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന് ആണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അവർക്കുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായ ബുദ്ധിമുട്ട് കാരണം ഡോപ്പമിൻ ലെവൽ താഴെ പോവുകയും ഈവൻ ഒരു സൈക്കാട്രിക് ലെവലിലേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സമയമെത്തുമ്പോഴാണ് വൈഫിൻ്റെ സിസ്റ്റർ ഇൻ ലോ ഈ ഒരു പാതയിലേക്ക് ക്ഷണിക്കുന്നത്. അന്ന് മുതൽ സഹധർമ്മിണിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരു മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി, ഞാനും ഇതിലിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇതിനോട് അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരുപാട് പരിപാടികൾ ഇതിനെക്കുറിച്ച് ഉണ്ടല്ലോ, സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതൊക്കെ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും എനിക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിരുന്നു. 2-3 മാസം കഴിഞ്ഞ് ഇതിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള മാറ്റങ്ങളാണ്. ബാക്കി സാമ്പത്തികമോ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം SM നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വിടുവാനാണ്, എല്ലാം സമർപ്പിക്കാനായിട്ടാണ്. ആ ഒരു പാത പിന്തുടർന്ന് ഏതാണ്ട് 6 മാസത്തിന് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഫെബ്രുവരി 22 ഞാൻ അഡ്വാൻസ് പ്രോസസ്സിലിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച എന്തെന്നാൽ മലകളുള്ള ഒരു പ്രദേശം. ആ പ്രദേശമാണ് ഞാൻ കാണുന്നത്. അതിലൊരു കുന്നുണ്ട്. ആ കുന്നിന് അഭിമുഖമായിട്ടൊരു ആൽമരമുണ്ട്. അതിൻ്റെ താഴെ ഒരു ജലസ്രോതസ്സുണ്ട്. എൻ്റെ ചുവട്ടിലൊരു ചെറിയ തട്ടിൻ്റെ മുകളിൽ SM ഇരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് ഞാനിരിക്കുന്നു. എന്നെ എന്തൊക്കെയോ ചൂണ്ടിക്കാണിച്ച് SM സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് ഒരു കുട്ടിയെപ്പോലെ ഞാനും എല്ലാം വീക്ഷിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഞാൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വരയ്ക്കാനോ ചിത്രം എഴുതാനോ ഒന്നും കഴിവുള്ളൊരു വ്യക്തിയല്ല. അത് മുഴുവൻ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടു, അത് വരച്ചിട്ടു, കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വിവരിച്ചു. അതിനുശേഷം ഞാനത് SMൻ്റെ സഹോദരിയായ റുബീന സിസ്റ്ററിന് ഞാൻ അയച്ചു കൊടുത്തു, എന്താണ് അതിൻ്റെ പൊരുളെന്ന് അറിയാനായിട്ട്. ഒപ്പം ഞാൻ നമ്മുടെ ഹൈദരലി സാറിനും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരത് കാണുകയും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു സ്ഥലം എല്ലാവർക്കും വന്ന് SMനെ കാണാനും മറ്റുമുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായിട്ട് ശ്രമിക്കുകയുണ്ടായി. ആദ്യം കണ്ടെത്തിയ സ്ഥലം ഒരു സാധാരണ സ്ഥലം. അത് പക്ഷെ എന്തോ കാരണവശാൽ അത് നമുക്ക് ലഭിക്കുകയുണ്ടായില്ല. പിന്നീട് നമുക്ക് കിട്ടിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണോ 22 ഫെബ്രുവരി 2026 കണ്ടത് അതേ സ്ഥലം തന്നെയാണ് അന്ന് ഞാൻ അവിടെ കാണാൻ സാധിച്ചത്. ഞാൻ അവിടെ പോയിരുന്നു. SM ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ കണ്ടതിലും വെച്ച് ഏറ്റവും വലിയൊരു അത്ഭുതം, ഏറ്റവും വലിയ മിറാക്കിൾ. എന്നെ എന്തിനും അങ്ങനെ അത് കാഴ്ചക്കാരനാക്കി അല്ലെങ്കിൽ ആ കാഴ്ച എനിക്ക് കാണിച്ചു എന്നും ഇന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ SMനോട് മനസ്സുകൊണ്ടും നേരിട്ടും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. SM, പ്രയാണം എങ്ങോട്ടാണ്? ഒരു പക്ഷേ ഞാൻ ഇതിൽ ലയിച്ച് ചേരുമായിരിക്കാം. കാരണം പിന്നീട് എനിക്ക് സമ്പത്തിനെ കുറിച്ചോ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അതെല്ലാം ഞാൻ വെടിഞ്ഞു. കാരണം ഇതെല്ലാം വെടിയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഒരു തീരുമാനത്തിലെത്തിയത്. ഇന്ന് ഞാനിത് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു ഞാനിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്ക് നേട്ടങ്ങളുണ്ടായി വന്നിരിക്കുന്നു. പക്ഷേ ആ ഉണ്ടായ ദിവസം ഞാൻ ഒട്ടും സന്തോഷവാനായിരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാനത് SM പങ്കിട്ട് ആ ഒരു അനുഭവം. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, അത് സന്തോഷിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അന്നും സന്തോഷമില്ല. ഇന്നലത്തെ ദിവസം വീണ്ടും എനിക്ക് രണ്ടാമത്തെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അതും ടെൻഡറാവും മിക്കവാറും. അത് നമുക്ക് അവാർഡാവുമെന്ന് ആണ് 100% എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ആരും അതിൽ പങ്കെടുക്കുന്നില്ല. അപ്പോഴും എനിക്ക് സന്തോഷമില്ല. ഈ സന്തോഷമില്ലായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൗകികമായ കാര്യങ്ങളിലല്ല ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ SM നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയും ഇത് ഒരു റിലീജിയസ് പ്രോഗ്രാം അല്ല, ഇതൊരു സ്പിരിച്വൽ പ്രോഗ്രാമാണ്. ഇപ്പോൾ ശരിക്കും നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്. ജന്മജന്മാന്തരങ്ങൾ എത്രയോ ജന്മമായിട്ട് നമ്മൾ ഇവിടെ
പുനർജനിക്കുന്നു നമുക്ക് തന്നെ അറിയില്ല. എന്തെല്ലാം കർമ്മഫലമാണോ, കർമ്മഫലത്തിൻ്റെ ദോഷങ്ങളാണോ നമ്മളിവിടെ വീണ്ടും വീണ്ടും അവതരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം മോചനം നേടി പരമമായ ഈശ്വരനിലേക്ക് ലയിച്ചു ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ലൗകികമായ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ലാത്തതും. അപ്പോൾ അതാണ് ഈ ഒരു വർഷമായിട്ട് ഞാൻ ഈ എൻ്റെ എക്സ്പീരിയൻസ് ആരുടെ അടുത്തും ഷെയർ ചെയ്യാതിരുന്നത്. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടായതെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ റുബീന സിസ്റ്ററിൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിരുന്നു ആയിട്ടില്ല. ഇന്ന് ആ അവസരമാണ്. ഇന്ന് ഞാൻ മാണ്ടിയയിലിരിക്കുകയാണ്. SMൻ്റെ കൂടെ ഇവിടെ നമ്മളുടെ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ദിവസത്തിൽ തന്നെ എനിക്കിത് പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ലിവിങ് ഇൻ പീസ്. നന്ദി, നമസ്കാരം. ഒരുപാട് മുറിപ്പെടുത്തുന്ന ഓർമ്മകളാണ് എനിക്ക് ആ ഒരു ബാല്യകാലഘട്ടത്തിൽ ഒരുപാടുണ്ട്. ഓർക്കുമ്പോൾ ഒക്കെ അതാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ ഇമോഷൻസ് ഒന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഞാൻ എന്താ പറയാമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ ഉമ്മാൻ്റെ മുഖമാണ്. എല്ലാ കുട്ടികളെയും പോലെ, എല്ലാ മനുഷ്യരെയും പോലെ. മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കഥവുണരും. महबूबुल वातिया मुहियतीन शीतिया बगदादिल मन्मारन जाइए. അങ്ങനെ ഏകദേശം വണ്ടി ലേറ്റ് ആയതുകൊണ്ട് 9:30 മണിയായി മൈസൂരിലെത്തുമ്പോൾ. അപ്പോൾ 9:30 മണി എന്ന് പറഞ്ഞാൽ ഒരു ലേഡി കൂടെ ഉള്ളത് കൊണ്ട് വളരെ സേഫായിട്ട് റൂം കിട്ടണം. അത് ആദ്യം അന്വേഷിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് അത് തപ്പാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അഷ്കർ സാറെ പരിചയമുള്ള ഒരാൾ മുമ്പിച്ചാണ്. ഇതേയാണെങ്കിൽ മൈസൂരിൽ നല്ല പരിചയമുള്ള ആളാണ്, ഇടയ്ക്ക് വന്ന് താമസിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ നല്ല വൃത്തിയുണ്ട്, വാടകയും കുറവാണ്. എന്നിട്ട് പപ്പക്ക് ഒരാഴ്ചക്ക് ലീവ് കിട്ടി. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ
ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. എല്ലാ കഴിവും മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഞാൻ പറയാതെ എല്ലായിടത്തും തൂത്ത് തുടച്ച് കളഞ്ഞു, ഒരു തരിമ്പ് പോലും അവശേഷിപ്പിക്കാതെ കളഞ്ഞു. നിങ്ങൾക്ക് സംശയമുണ്ടോ അതിനകത്ത്? പലരും പേടിച്ച് കാടുകളിലാണ് ജീവിച്ചത്. ഇതാണ് ആ കൂട്ടം. അവിടെന്നും ഇവിടെന്നും അവിടെന്നും ഇവിടെന്നും ആ ചാരത്തിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്ത് പ്രോസസ്സ് ചെയ്ത് ഹൈ തേനായിട്ട് ഇങ്ങനെ ഇപ്പിച്ചിരും. ആ തേൻ എത്ര കുടിച്ചാലും നിങ്ങൾക്ക് മതിയാവോ? എനിക്കും മതിയാവണില്ല, നിങ്ങൾക്ക് മതിയാവുമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിർത്തിക്കോളാം, ഞാൻ കുടിച്ചോളാം. പിന്നെ എന്റെ പൊന്നു നമ്പുരാനെ, എത്ര കാലം വേണമെങ്കിൽ നിന്നോളാം. 1000 വർഷം, 2000 വർഷം, 3000 വർഷം ഒന്ന് കടത്തി തന്നാ മതി. അതല്ലേ സത്യം. വേദാന്തമാക്കി ഞാനിന്നും പാടി, വേദാന്തമാക്കി ഞാനിന്നും പാടി. സുന്ദരരാഗത്തിൽ സിന്ദൂരകിരണങ്ങൾ കൈവഴിയായി, ഉള്ളുടനും കൈവഴിയായി. ആലിനക്കണ്ണാലിന്റെ മുരടികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. 1000 കനവുകൾ ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാടും. ആലിനക്കണ്ണാലിന്റെ മുരടികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. 1000 കനവുകൾ. ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂമി കണ്ടു. അറിവിന്റെ കേദാരഭൂമി കണ്ടു. ഈന്തമരത്തിലെ പൂരികയായെങ്കിൽ അപ്പത്താരമ്പത് നടകൊണ്ടു മണിതരിയായെങ്കിൽ കുടവുമില്ല നെഞ്ചിൽ തുടിക്കും ഇടങ്ങളിൽ സംഗീതം രഞ്ജാക്കി പോൽ ജ്വലിക്കുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണി